ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ നിങ്ങളുടെ മകനാ, അതിൽ ഒരു മാറ്റവും വരില്ല. സത്യം എത്ര മറച്ചു വെച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. കിരൺ ഒന്ന് കൊണ്ടുപോ ദുർഗ, പ്ലീസ്. ചെറിയ വന്നേ, വാ, മതി, വാ. അങ്കിൾ, എനിക്ക് വേണ്ട. കഴിക്കങ്കിൾ, ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയതാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നോടും കിരണിനോടുള്ള ദേഷ്യം എന്തിനാ അങ്കിള് ഭക്ഷണത്തോട് കാണിക്കുന്നേ? എടുത്ത് കഴിക്കങ്കിൾ. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഭക്ഷണവും പലഹാരം ഉണ്ടാക്കി ഇവിടെ സ്ഥിരതാമസമാക്കാന്നാണോ കരുതിയിരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ചിന്ത രണ്ടുപേരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ എടുത്ത് മാറ്റിക്കോണം. അങ്ങനെ ഒരു ചിന്തയും ഞങ്ങൾക്കില്ല. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമൊന്നും നടക്കില്ല. അച്ഛനെന്തിനാ ദേഷ്യപ്പെടുന്നേ? ഇതിന് മാത്രം എന്താ അവിടെ ഉണ്ടായത്? അച്ഛനോ? ആരാ നിന്റെ അച്ഛൻ? ഇനി മേലാ നീ എന്നെ അങ്ങനെ വിളിക്കരുത്. നിങ്ങളാ എന്റെ അച്ഛൻ, അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ തന്നെ വിളിക്കും. അതിന് നിന്നെ ഞാൻ അനുവദിക്കില്ല. എനിക്ക് നിങ്ങളുടെ അനുവാദം ആവശ്യമില്ലെങ്കിലോ? ആവശ്യമുണ്ട്. കിരൺ, വേണ്ട. പൂർണിമ പറഞ്ഞുകൊണ്ട് മാത്രമാ നിന്നെ ഇവിടെയും ഞാൻ ഈ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ വേണ്ടത് എനിക്കറിയാം. നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ കൊല്ലുവോ? വേണ്ടി വന്ന അത് ഞാൻ ചെയ്യും. എന്താ കിരൺ, എന്താ ഇവിടെ ബഹളം? എന്താ കിരൺ ഇതൊക്കെ? ഞാനല്ലേ ചേച്ചി ഈ മനുഷ്യനെ ബഹളം വെച്ചത്. നീ എന്തിനാ എന്നെ അച്ഛാന്ന് വിളിച്ചത്? അതിനല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത്. ഞാനതിന് നുണയൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ജന്മം നൽകിയ എന്റെ സ്വന്തം അച്ഛനെ തന്നെയാ ഞാൻ അച്ഛ എന്ന് വിളിച്ചത്. അത് ഇനിയും ഞാൻ വിളിക്കുക തന്നെ ചെയ്യും. എടോ, വേണ്ട കിരൺ, ബഹളം വെക്കണ്ട. ആരെങ്കിലും കേട്ടാ അത് വലിയ പ്രശ്നമാവും. ഇനി ഒരിക്കൽ കൂടി എന്നെ നീ അച്ഛാന്ന് വിളിച്ചാ ഞാൻ എന്താ ചെയ്യാമോ എന്ന് പറയാൻ പറ്റില്ല. ചെറിയ പ്ലീസ്, ഇങ്ങനെ ഒച്ച വെക്കാതെ. ചെറിയമ്മയും പൃഥ്വിയും കേട്ടാൽ എല്ലാം തീർന്നു. ദുർഗെ, നീ കിരണിനെയും കൂട്ടി അകത്ത് പോവാൻ നോക്ക്. വാ കിരൺ, നമുക്ക് അകത്തേക്ക് പോ. അതെ, അവനെ അടുത്ത് കൊണ്ടുപോ. ഒരു മകൻ വന്നിരിക്കുന്നു. ഷോ, ഒന്ന് നിർത്താൻ പറഞ്ഞില്ലേ ചെറിയച്ച? ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളാ എന്റെ അച്ഛൻ. ഞാൻ നിങ്ങളുടെ മകനാ, അതിൽ ഒരു മാറ്റവും വരില്ല. സത്യം എത്ര മറച്ചു വെച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. കിരണിനെ ഒന്ന് കൊണ്ടുപോ ദുർഗ, പ്ലീസ്. ചെറിയ വന്നേ, വാ, മതി, വാ.
ഇനി നമ്മൾ എന്ത് ചെയ്യും? ശ്ശോ. ഇപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്ക് സമാധാനായോ? എത്ര നേരായിട്ട് ഞാൻ പറയുന്ന ഒന്നും മിണ്ടാതിരിക്കെ. അത് ഈ മനുഷ്യനോട് പറ. എല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഇപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇതിനെല്ലാം കാരണം നീ ഒറ്റ. കിരൺ, കിരൺ മതി, ഒന്ന് നിർത്ത. ചുമ്മാതിരിക്കും, മതി. പരസ്പരം തല്ലുണ്ടാക്കാനല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആ ചെറിച്ച പ്ലീസ്. മോളെ, നീ എങ്ങനെയെങ്കിലും പൃഥ്വി എന്ന് സമാധാനിപ്പിക്കണം. ചെറിച്ച വിഷമിക്കാതെ. പൃഥ്വി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. കിരൺ വാ 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 ചെറിച്ച. ഉഫ്. ഞാൻ പറഞ്ഞല്ലേ അവനോട് താമസിപ്പിക്കരുത്. ഇപ്പോ പൃഥ്വിയെല്ലാം അറിഞ്ഞില്ലേ? ഉഫ്. ഇനി ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കും? എല്ലാത്തിനും ഞാൻ കാരണക്കാരനായി. ഈ കുടുംബം ഞാൻ കാരണം തകർന്നാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്നാ അർത്ഥം. ചെറിയച്ചൻ ഇങ്ങനെ വിഷമിക്കാതെ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നേ. കിരൺ വന്നി. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതോർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ സ്വിച്ചിട്ട് പോലെ മറക്കാൻ പറ്റുന്നതാണോ ഇപ്പൊ അവിടെ നടന്നത്? കിരൺ വാ, അയാൾ ഇരിക്ക്. പറഞ്ഞെല്ലാം താനും കേട്ടല്ലേ? ഇവിടെ ഇരിക്ക്, ഇരിക്ക്. സമാധാനപ്പെടുവന്ന്. വാ ഇരിക്ക്. ഓരോ വാക്കും ഓരോ മുള്ളുപോലെ തറച്ചത് എന്റെ നെഞ്ചില. ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടും ഒരു കുറ്റബോധവും ഇല്ലാതെ ഒരു മനുഷ്യൻ എങ്ങനെ ഇപ്പോഴും പിടിച്ചിരിക്കാൻ പറ്റുന്നു? ഇപ്പോഴും സത്യം നിഷേധിക്കാൻ പറ്റുന്നു? എനിക്കത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല. അങ്ങനെയല്ല കിരൺ. നമ്മൾ ഈ വീട്ടിലെ കാലുകുത്തി അന്ന് തൊട്ട് മഹാദേവൻ അങ്കിള് ഭയക്കുന്ന ഒരു കാര്യമുണ്ട്. അതിവിടെ സംഭവിച്ചു. നോക്കണ്ട, കിരൺ ആരാണെന്നോ എന്താണെന്നോ ഈ വീട്ടിൽ ആരും അറിയരുത്. പ്രത്യേകിച്ച് പൃഥ്വിയോ ചന്ദ്രന്റെയോ. അതിനാണ് അങ്കിള് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ പൃഥ്വി എല്ലാം അറിഞ്ഞു. ഇനി ഒന്നും പഴയതുപോലെ ആകില്ല കിരൺ. ഇനി അങ്കിളിന് കിരണിനോട് ദേഷ്യം കൂടെയുള്ളൂ. ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് അങ്കിള് കിരണിനെ വെറുത്തു തുടങ്ങിയില്ലേ? ഇങ്ങനൊരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചിട്ട് അങ്കിളിനെ കൊണ്ട് നമ്മൾ ഇനി എങ്ങനെ സത്യം പറയിപ്പിക്കാനാ? എങ്ങനെ അത് അംഗീകരിപ്പിക്കാനാ? ഉടനെ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കാൻ സാധ്യതയില്ല. പിന്നെ കാലം മായ്ക്കാത്ത മുറിവുകൾ ഇല്ലാന്നല്ലേ പറയാറ്? കുറച്ചുനാള് കഴിയുമ്പോ ഇതൊക്കെ ശരിയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തിനാ ഈശ്വര എനിക്കിങ്ങനൊരു ജന്മം? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? സംഭവിച്ചത് തെറ്റായാലും ശരിയായാലും മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളാ. മഹാദേവൻ അങ്കിള് ബേസിക്കലി ഒരു മോശം ക്യാരക്ടറുള്ള മനുഷ്യനൊന്നും അല്ല. നവദുർഗേ വനദുർഗേ സർവവും നീ ചിന്മയി